ഹായ് ഡിയേഴ്സ്, ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് നമ്മളുടെ പെരുന്നാൾ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല 2-3 റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് മുബാറക്ക് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈദ് വ്ളോഗിലേക്ക് കിടക്കുവാണ് കേട്ടോ. അപ്പോൾ പെരുന്നാൾ രാവാണിന്ന്, നോമ്പുണ്ട്. അപ്പോൾ നോമ്പിനുള്ളതും പെരുന്നാളിനുള്ളതും ഒക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ തലേ ദിവസം നോമ്പ് തുറ ആയതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുള്ളത് കാര്യമായിട്ടൊന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല കേട്ടോ. തലേന്നത്തേക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഇത് പെരുന്നാളിൻ്റെ അന്ന് രാവിലത്തേക്കുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മട്ടൻ നമ്മൾ ഓൾറെഡി വാങ്ങി കറി വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹാദുക്കുട്ടന് മട്ടനൊന്നും ഇഷ്ടമില്ലാത്ത കാരണം അവനിതാ കുറച്ച് ചിക്കൻ റോസ്റ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ പത്തിരി ഞാൻ ഓൾറെഡി ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിന് റെഡിയാക്കി വെച്ചു. പിന്നെ നമ്മൾ ചിക്കൻ ഇതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. രാവിലെ ആകുമ്പോൾ ഒന്നും കൂടെ അങ്ങ് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഓരോന്ന് ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ ഇന്ന് പെരുന്നാൾ ആവരുത്, നാളെ കഴിഞ്ഞിട്ട് മറ്റേനാളെ ആവാവുള്ളൂ എന്നായിരുന്നു കേട്ടോ മനസ്സിൽ. പക്ഷേ കറക്റ്റ് അന്ന് തന്നെയായി. അന്ന് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഫുൾ ബിസി ആയിരുന്നു. വീട് ക്ലീനിങ്ങും കാര്യങ്ങളും, തലേ ദിവസത്തെ നോമ്പ് തുറയുടെ ക്ലീനിങ് ഉണ്ടായിരുന്നു. പിറ്റേന്ന് പെരുന്നാളാണ്. ഫുഡ് പ്രിപ്പറേഷനും വീട് ക്ലീനിങ്ങും എല്ലാം കൂടെ ഏകദേശം 1-2 മണി വരെ രാത്രി കേട്ടോ. നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞതിന് ശേഷം 1-2 മണി വരെ ചെയ്യാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തതിന് ശേഷമാണ് കിടന്നുറങ്ങിയത്. പിന്നെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യണം പെരുന്നാളിൻ്റെ അന്ന് രാവിലെ. അപ്പോൾ ഞാൻ രാത്രി ഇന്നാലും മൈലാഞ്ചിക്ക് ഇട്ടു കേട്ടോ. ആ പാതിരാത്രി ഇരുന്നിട്ട് ചെറുതായിട്ടൊന്ന് മൈലാഞ്ചിക്ക് ഇട്ടിട്ടാണ് ഞാൻ കിടന്നത്. പിന്നെ ഉമ്മിതാ രാവിലെ തന്നെ നമ്മൾ ഇന്നലെ പരത്തി വെച്ചിട്ടുള്ള ഒറോട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ചുട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കറിയൊക്കെ ഇന്നലെ റെഡിയാക്കി വെച്ചേക്കുവാണല്ലോ. അപ്പോൾ വേഗം പോയി മുറ്റമൊക്കെ തൂത്ത് ബാക്കി ജോലികളൊക്കെ കഴിച്ച് വേഗം കുളിക്കാനുള്ള പരിപാടി നോക്കുകയാണ്. ഹാദുക്കുട്ടനെയും കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെ 2-2:30 ആയപ്പോൾ കിടന്നെങ്കിലും ഹാദുക്കുട്ടൻ ഇന്നലെ രാത്രി ചുമയായിട്ട് എഴുന്നേറ്റ് വന്ന് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെയും താമസിച്ചിട്ടൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും മൊത്തത്തിൽ ഇന്നലെ രാത്രി നല്ല കുളവായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലത്തെ പണികളൊക്കെ അങ്ങനെ ഒതുങ്ങിയതാ. ഇവർ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ്. ഇന്ന് നമുക്കൊരു ഈദ് സ്വീറ്റ് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തുലുമ്പ എന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ചുറോസ് എന്നൊക്കെ. ഇതിന് തമ്മിൽ രണ്ടും വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു സ്വീറ്റ് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ 1.5 കപ്പ് വെള്ളം, 2 സ്പൂണ് നമ്മൾ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് മതി, കാരണം സ്വീറ്റ് ആണല്ലോ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമുക്ക് അതിലേക്ക് ഒരു 1.5 കപ്പ് മൈദ കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിൽ നമ്മൾ കിണ്ടി എടുക്കുന്നുണ്ട്. അതൊന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കാം. കൂടെ ഒരു 3 ഏലക്കായും കൂടെ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു മാവ് ചെറുതായിട്ടൊന്ന് തണുത്ത് വരുന്ന സമയത്ത് നമുക്ക് ബീറ്റർ കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്താലും മതി കേട്ടോ. അത് എത്രത്തോളം നന്നാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ മിക്സിയിൽ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. എന്നാലും ഒന്ന് ചെയ്ത് നോക്ക്, കംപ്ലൈൻറ്റ് ആവാത്ത രീതിയിൽ കേട്ടോ. ചിലപ്പോൾ ഇതുപോലുള്ള മാവൊക്കെ ഇടുമ്പോൾ ചില മിക്സിയിൽ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കുന്നവരുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ചെയ്യണേ. പിന്നെ അതിലേക്ക് നമുക്ക് 1 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ മുട്ട ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് ലൂസാക്കി എടുക്കുകയാണ് കേട്ടോ. ഈ മാവ് നമ്മൾ ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. 1 മുട്ട പോരാണ്ട് വരുവാണെങ്കിൽ ഒരല്പം പാലോ അല്ലെങ്കിൽ 1 മുട്ടയും കൂടെ ചേർത്താലും മതി കേട്ടോ. അപ്പോൾ കറക്റ്റ് പിന്നെ ഒരു അളവ് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, എത്ര അളവിന് എത്ര എടുക്കണം എന്നുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് വരണം. ഇനി നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇത് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. പൈപ്പിംഗ് ബാഗിൻ്റെ അഗ്രത്ത് ഒരു ചെറിയ എന്തെങ്കിലും ഒരു നോസിൽ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ആ ഒരു ഫ്ലവർ നോസിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലവർ നോസിലുണ്ടല്ലോ, അതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാൻ വേഗം പോയി പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് നിസ്കരിച്ചിട്ട് വന്നു കേട്ടോ. പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കയറുമ്പോൾ ഒരു ഉഷാറാണ്. ഇനി നമുക്ക് നമ്മുടെ സ്വീറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട്. അധികം ചൂടാവുന്നതിന് മുന്നേ ആയിട്ടാണ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത്. ഒരു കത്രിക ചെറുതായിട്ടൊന്ന് എണ്ണയിലൊന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം കത്രിക കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. അങ്ങനെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ ഓഫ് ചെയ്തിട്ടിട്ട് പിന്നെ ഒന്ന് ഓൺ ചെയ്താലും മതി. പെട്ടെന്നൊക്കെ ചൂടാവുന്ന ചട്ടിയാണെങ്കിൽ നമ്മൾ ആക്കി കൊടുത്തതിന് ശേഷം ഓൺ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ചൂടാകുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാം കട്ട് ചെയ്തിട്ട് ഒരേ ഷേപ്പിൽ ഏകദേശം ഒരേ നീളത്തിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കാൻ വേണ്ടി നോക്കുക.
എല്ലാ പെരുന്നാളിലും ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സ്വീറ്റൊക്കെ റെഡിയാക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും. ലുക്കൈമത്തോ ബാദ്ഷയോ അറബിക് സ്വീറ്റ് എന്തായാലും ഒരെണ്ണം ഉണ്ടാവും. ഇപ്പം ഇക്കായും അതൊക്കെ തിരിച്ചു വരാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം കറികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ഫുഡ് കഴിക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ചിക്കൻ റോസ്റ്റ് ഇതുപോലെയാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. ഞാനിതൊന്നും വഴറ്റാണ്ട് വെച്ച ചിക്കൻ റോസ്റ്റാണ്. എല്ലാം കൂടെ പുരട്ടിയിട്ട് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ പെരട്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഒന്നും വഴറ്റിയിട്ടോ അങ്ങനെയൊന്നുമില്ല, എല്ലാം കൂടെ ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് മട്ടൻ കറി ഇതാ നമ്മൾ തേങ്ങയൊക്കെ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ വറുത്തരച്ച് വെച്ചിട്ടുള്ള മട്ടൻ കറിയാണേ. മട്ടൻ കറി ഉമ്മയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കിഡിലെ മട്ടൻ കറി ആയിരുന്നു. നല്ല ഒറോട്ടിയുടെയും കൂടെ കഴിക്കാൻ എൻ്റെ പൊന്നെ രാവിലത്തെ ഫുഡ് ഭയങ്കര ഹെവി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴിച്ചു. പിന്നെ മട്ടൻ കറി, തേങ്ങാപ്പാൽ, നല്ല ഒറോട്ടി, ചിക്കൻ റോസ്റ്റും പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചുട്ട് ഒറോട്ടി ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ഒറോട്ടി ആയിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ബിരിയാണി ചെമ്പ് അടുപ്പിൽ കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളിത് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഇത് ഫ്രൈ ചെയ്യുന്ന കണ്ടിട്ട് ഇതിൻ്റെ ഷേപ്പൊക്കെ കണ്ടിട്ട് ഉമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഉമ്മ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കഷ്ടപ്പെട്ടൊക്കെ അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാഗ്രഹം അല്ലേന്ന് വിചാരിച്ചിട്ട് ഞാനും ചെയ്തോളാൻ പറഞ്ഞ് അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ബിരിയാണിൻ്റെ റെസിപ്പി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ബിരിയാണിയാണ്. ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഞാൻ റെസിപ്പി 1-2 വട്ടം മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്ഥിരമായിട്ട് കാണുന്ന വീഡിയോ കാണുന്നവർക്ക് അത് ഭയങ്കര ബോറടി ആയിട്ട് തോന്നുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ അത് തന്നെ കാണിക്കാത്തത്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. എന്നാലും ഞാൻ ഇതിലൊന്ന് പറഞ്ഞു പോകാം. സവാള ഞാൻ ആദ്യം കുക്കറിൽ വേവിക്കാൻ വെക്കും. ഇനി ഒരു പാത്രം, നമ്മൾ ഏത് പാത്രത്തിലാണോ ദം ചെയ്യുന്നത് അതേ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും നെയ്യും കൂടെ ഇട്ട് കൊടുക്കും. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇട്ട് കൊടുക്കുക. മല്ലിയില, പുതിനയില, പിന്നെ ആവശ്യത്തിനുള്ള തക്കാളി, നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സവാളയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതേസമയം നമ്മൾ ഇപ്പുറത്തെ അടുപ്പിൽ ഇതുപോലെ ചോറൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കും. സ്പൈസസും മല്ലിയിലേക്ക് ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് അത് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് വെക്കും. ആ സമയത്ത് ചിക്കൻ ഒന്ന് തിളച്ചിട്ടുണ്ടാവും. കുറച്ച് തേങ്ങ അരച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഒരു നാരങ്ങയോ അല്ലെങ്കിൽ കുറച്ച് തൈരോ ചേർത്ത് കൊടുക്കും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റെഡിയായി. ഇനി ഇതിനകത്ത് നിന്ന് കുറച്ച് ഗ്രേവി ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം മറന്നുപോയിട്ടുണ്ട് കേട്ടോ പറയാൻ. കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും അതുപോലെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ തന്നെയാണ് ഞാൻ, കുരുമുളക് പൊടി, ഇത്രയൊക്കെ തന്നെ ഞാൻ ബിരിയാണിയിൽ ചേർക്കാറുള്ളൂ. നമ്മൾ അതിനകത്ത് നിന്ന് കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം 1/4 വേവായിട്ടുള്ള ചോറ്, ഞാൻ റൈസ് ഇതുപോലെ പറ്റിച്ചെടുക്കുകയാണെങ്കിലും മൊത്തത്തിൽ വെക്കില്ല. അതായത് ഒരു ഗ്ലാസ്സിന് ഒരു 1.5 ഗ്ലാസ് വെള്ളമൊക്കെ വെച്ചിട്ടാണ് ഞാൻ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാറ്. ഊറ്റിയെടുക്കുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്നിട്ടൊരു 1/4 വേവിൽ എടുക്കുക. പറ്റിച്ചെടുക്കുകയാണെങ്കിൽ എന്തോ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും നല്ല ചൂടോടെ തന്നെ ഈ ദമ്മിലേക്ക് ഇട്ട് കൊടുക്കണം. ചോറിലേക്ക്, നമ്മുടെ ആ ഒരു ചിക്കനിലേക്കുള്ള വെള്ളവും ഈ ഒരു ബിരിയാണിയിൽ പിടിക്കാനുള്ളതാണ്. എന്നിട്ട് നമ്മൾ സാധാ പോലെ ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഗ്രേവിയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കും. മഞ്ഞപ്പൊടി വേണമെങ്കിൽ മഞ്ഞപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ദം ബിരിയാണിയുടെ റെസിപ്പി എന്ന് പറയുകയാണെങ്കിൽ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നൊരു ബിരിയാണിയാണ് കേട്ടോ. ഇനി നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാവാൻ കുറച്ചൊന്ന് താമസമാണ് കേട്ടോ. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആവാനായിട്ട് കുറച്ചൊരു താമസമുണ്ട്. എന്നാലും ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണേ. ഇനി നമുക്ക് പുഡിംഗ് ഒന്ന് സെറ്റാക്കി എടുക്കണം. ഞങ്ങളുടെ ഫ്രിഡ്ജ് കുറച്ചൊന്ന് കംപ്ലൈൻറ്റ് പോലെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ അങ്ങനെ വെക്കാനൊന്നും പറ്റുന്നില്ല. നല്ലൊരു പണിയാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുഡിംഗ് ഒന്നും തലേ ദിവസമേ ഉണ്ടാക്കി വെക്കാൻ പറ്റിയില്ല. പാലൊക്കെ കൊണ്ടുവന്നതേ ഉള്ളൂ. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാം തന്നെ ചീത്തയായി പോവാണ് കേട്ടോ. ഇതിപ്പോൾ 1.5 കവർ പാല്, മിൽക്ക് മെയ്ഡ്, പിന്നെ അതുപോലെ കുറച്ച് കോൺഫ്ലവറും കൂടെ ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കുവാണ്. നല്ലപോലെ കുറുകി വരുമ്പോഴത്തേക്കിന് നമ്മളിത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന പുഡിങ്ങിൻ്റെ പേര് മുഹല്ലബി എന്നാണ് കേട്ടോ. അതിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, പലർക്കെങ്കിലും അറിയായിരിക്കും. അപ്പോൾ അങ്ങനെ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക, ഇല്ലാത്തവർ ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കിക്കോ. നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇതുപോലൊരു കസ്റ്റർഡ്, നമ്മൾ കോൺഫ്ലോർ വെച്ചിട്ടൊരു കസ്റ്റർഡ് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത്, ഇത് ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എല്ലാവർക്കും കൊടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിൽ സെറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കിയിട്ട് ഒന്ന് തണുപ്പത്ത് ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് സെറ്റ് ആവാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ചെറിയൊരു ലെയർ, നമ്മൾ ഓറഞ്ചിൻ്റെ ലെയറാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓറഞ്ച് നീരെല്ലാം പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സോസ് പാനിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കുക. കുരുവോ കാര്യങ്ങളോ ഒന്നും ആകരുത്.
അതുപോലെ തന്നെ മാക്സിമം ഓറഞ്ച് നമുക്ക് കൈകൊണ്ട് പിഴിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ കുരുവൊക്കെ കളഞ്ഞ് നല്ല രീതിയിലാക്കി എടുക്കണേ. നല്ല കഴിക്കാത്ത രീതിയിൽ തന്നെ ഒന്നാക്കി എടുക്കണം. ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കൊരു 3 ടീസ്പൂൺ കോൺഫ്ലോറും ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യണം. ഞാനിത് ഈ ഓറഞ്ചിൻ്റെ ഫ്ലേവർ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 2-3 തുള്ളി ഓറഞ്ചിൻ്റെ എസൻസ് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇത് മാത്രമായിട്ട് കഴിക്കാൻ വലിയ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ. ഈ ഓറഞ്ചിൻ്റെ ഈ ഒരു സോസ് അത് മാത്രമായിട്ട് കഴിക്കുമ്പോൾ എനിക്കെന്തൊരു ടോണിക്കിൻ്റെ ഒക്കെ ഒരു നമ്മൾ പണ്ട് കുടിക്കുന്ന വിറ്റാമിൻ ടോണിക്കില്ലേ, അതിൻ്റെ പോലത്തെ ഒരു ടേസ്റ്റാണ് തോന്നിയത്. പക്ഷേ ഇതല്ലാണ്ട് കഴിക്കണം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ആ ഒരു ലെയറോട് കൂടിയിട്ട് കഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയൊരു ലെയർ ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ലെയറായിട്ടുള്ള ഈ ഒരു സംഭവം കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ. ആ കസ്റ്റർഡ് ഇങ്ങനെ കഴിക്കുമ്പോൾ പ്രത്യേക ഒരു രസമാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഉണ്ടാക്കി നോക്കി. ഇനി ഓറഞ്ച് ഇഷ്ടമില്ലാത്തവർക്ക് തണ്ണിമത്തം കൊണ്ടോ സ്ട്രോബെറി കൊണ്ടോ ഒക്കെ ഉണ്ടാക്കി നോക്കാവേ, നല്ലതാണ്. പിന്നെ അതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇതുപോലെ പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെച്ചാലും മതി. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് നമ്മളുടെ ഈ ഒരു നമ്മുടെ പേര് മറന്നു കേട്ടോ പെട്ടെന്ന്, തുലുമ്പ അല്ലെങ്കിൽ ചുറോസ്, ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ഇതിനകത്തേക്ക് അങ്ങ് ആക്കി കൊടുക്കാം. ഞാൻ ഉണ്ടാക്കിയത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഞാനിതിന് മുമ്പ് ഇത് റമദാനിലും അല്ലെങ്കിൽ ഇതിനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ എൻ്റെ ഉണ്ടാക്കിയത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് അല്ലാതെ ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ളവർ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്കൊരു ചെറിയൊരു സാലഡും കൂടെ റെഡിയാക്കി എടുക്കാം. ഇത് ബിരിയാണിക്ക് ആണെങ്കിലും ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ ചെറുതായിട്ട് കഴിക്കാൻ പറ്റുന്ന ആപ്പിൾ, ക്യാപ്സിക്കം, ക്യാരറ്റ്, കുക്കുംബറൊക്കെ ഇട്ടിട്ടുള്ളൊരു സാലഡാണ് കേട്ടോ. ബിരിയാണി റെഡിയായി, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ ബിരിയാണി നമുക്ക് ഇക്കാൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ എടുക്കുകയാണ് കേട്ടോ. ഇത് എല്ലാ പ്രാവശ്യവും ഉള്ളൊരു പതിവ് തന്നെയാണ്. അപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്, അപ്പം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഉമ്മി ചിക്കൻ ബിരിയാണി കഴിക്കാത്തത് കൊണ്ട് ഉമ്മിക്ക് നമ്മൾ നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മി രാവിലെ മട്ടൻ കറിയൊക്കെ ആയിട്ട് കഴിച്ചോളാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് നെയ്ച്ചോറ് മതി. ചിക്കൻ കഴിക്കത്തില്ലെങ്കിലും ഇതിൻ്റെ മേളിലുള്ള റൈസ് അങ്ങനെയൊന്നും ഉമ്മി കഴിക്കില്ല കേട്ടോ. ഉമ്മിക്ക് അത് ചിക്കൻ ഒട്ടും പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നെയ്ച്ചോറ് വേറെ വെച്ചു. പിന്നെ അതാ ബിരിയാണിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം റമദാനിൽ തന്നെ പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു പാത്രമാണ് കേട്ടോ. ബക്കറ്റ് ബിരിയാണിയാണ് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ അങ്ങനെ കൊടുത്തു വിട്ടു. അതിനുശേഷം പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അനീന കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർക്കൊക്കെ പുഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ ഞാനും അങ്ങനെ പുഡിങ്ങൊക്കെ കഴിച്ചു. എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ 4 മണിക്കുള്ള പലഹാര പരിപാടിയിലാണ്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഇക്കായും ഇത്തായും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇക്കാൻ്റെ ജ്യേഷ്ഠനും വൈഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇതിപ്പോൾ പഴന്നുള്ളി ഇട്ടത് പോലത്തെ ഒരു സംഭവമാണ്. പക്ഷേ പഴന്നുള്ളി ഇട്ടതെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇതിനകത്ത് വേറെ പലതും ഉണ്ട്. ചെറുപഴമുണ്ട്, ബ്രെഡുണ്ട്, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു ഉണ്ട ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും പിന്നെ കട്ടൻ ചായ, പാൽ ചായ എല്ലാം മുറക്കി റെഡി ആവുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പെരുന്നാപ്പൊടി കൊടുക്കലും ഡ്രസ്സ് കൊടുക്കലും ഒക്കെ ആയിരുന്നു. സിബീത്തായും എല്ലാവർക്കും ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പിള്ളേർക്ക് എല്ലാവർക്കും. അപ്പോൾ അനീന എടുത്ത ഡ്രസ്സ് അങ്ങോട്ടും, ഞാൻ പിന്നെ ഇത്തവണ ഞങ്ങൾക്കും അവർക്കും ഒന്നും അങ്ങനെ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് സിബീത്ത കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ ഇന്നലെ എനിക്ക് അനീന ഗിഫ്റ്റ് തന്നതാണ് ഈ ഒരു സംഭവം. അതിൻ്റെ സ്റ്റോറിയും കൂടെ കാണട്ടോ. 29-ാം തീയതി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം നമ്മുടെ വീട്ടിൽ നോമ്പുതുറ ഉണ്ടായിരുന്നു, നിങ്ങളൊക്കെ കഴിഞ്ഞ വ്ളോഗിൽ കണ്ട പോലെ. അപ്പോൾ അന്ന് അനീന സർപ്രൈസ് ആയിട്ടൊരു കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്ക വന്നപ്പോൾ എനിക്കൊരു ഡ്രസ്സൊക്കെ കൊണ്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു നല്ല കോട്ടൺ ഡ്രസ്സായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ ഉടുപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ കോട്ടൺ ഡ്രസ്സൊക്കെ ആകുമ്പോൾ കുറച്ച് വിലയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അങ്ങനെ എടുക്കാറില്ല. എടുക്കാൻ പോയാലും വില കാണുമ്പോൾ വേണ്ട എന്ന് വിചാരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴാണല്ലോ നമ്മൾ എടുക്കാറ്. അപ്പോൾ ആ സമയത്ത് ഇതൊന്നും അങ്ങനെ വേറെ എന്തെങ്കിലും കുറച്ചും കൂടെ പാർട്ടി വെയർ ആയിട്ടുള്ള എന്തെങ്കിലും നോക്കുകയൊക്കെ ആയിരിക്കും ചെയ്യാറ്. അപ്പോൾ ഡ്രസ്സ് കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഡ്രസ്സൊക്കെ വേഗം ഇട്ടിട്ട് നമ്മൾ ഈ ഒരു കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അനീന ഒരു ഗിഫ്റ്റ് അവിടെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. അപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പിള്ളേർ കൊണ്ടുവന്നിട്ടുള്ള അവളുമാർ ഐഷായും നൈറായും ഒക്കെ എന്തെങ്കിലും എനിക്കിങ്ങനെ ബർത്ത്ഡേക്കും പെരുന്നാളിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിട്ട് തരാറുണ്ട് കേട്ടോ, കുഞ്ഞു എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ. അപ്പോൾ ആ എന്തെങ്കിലും സാധനമായിരിക്കും എന്നാണ് ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷെ തുറന്നപ്പോൾ എൻ്റെ പൊന്നെ അടിപൊളി ഐറ്റമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സംഭവം. അപ്പോൾ ഈ ഒരു കേക്ക് മുറിക്കൽ അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 16 വർഷമായിട്ടോ, നീണ്ട 16 വർഷങ്ങളായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് തുറക്കാം.
ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ടിയിട്ടുള്ള ഈ ഒരു സ്പ്രേയുടെ ബോക്സ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇത് ഇക്കാൻ്റെത്, അപ്പുറത്തെ പിങ്ക് ടൈപ്പുള്ളത് എൻ്റെത് കേട്ടോ. ഇത് എൻ്റെത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതായിരുന്നു ഇന്നലെ അനീന തന്നിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ്. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്, എൻ്റെ വീട്ടിലോട്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഇവരെല്ലാവരും നിൽക്കുമ്പോൾ ഇങ്ങനെ പോകാനായിട്ട് റെഡിയായി ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ എന്തായാലും ഇന്നത്തെ പെരുന്നാൾ വ്ലോഗ് ഞങ്ങളുടെ വീട്ടിലത്, അതായത് ഇക്കാൻ്റെ വീട്ടിലത് ഇവിടുത്തെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളുമായി അടുത്തൊരു ദിവസം വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുവാണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അഭിപ്രായങ്ങൾ പറയേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.